ഇന്ന് എൻ്റെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സുഹൃത്ത് ഇന്നലെ PSC വഴി ജോലി കിട്ടിയിരുന്നു. അപ്പോൾ ഇന്നലെ അത് ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസമായിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിരുന്നു പോകുന്ന വഴിയിൽ, അതായത് ആലപ്പുഴയാണ് ജോയിൻ ചെയ്യുന്നത്, പോകുന്ന വഴിയിൽ അമ്പലപ്പുഴ അമ്പലത്തിനൊന്ന് കയറി തൊഴണേന്ന് പറഞ്ഞു. സമയമുണ്ടെങ്കിൽ കയറാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം അമ്പലത്തിൽ കയറുകയും തൊഴുതിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ തൊഴാൻ കയറിയായിരുന്നു, ഒരു സംഭവം ഉണ്ടായെന്ന്. അപ്പോഴേ എനിക്ക് തോന്നി എന്തോ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ വൈകുന്നേരം വരെ മെസ്സേജ് അയച്ചു, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തിരക്ക് കാരണം പറയാൻ പറ്റുന്നില്ല. രാത്രി ആയപ്പോൾ അദ്ദേഹം എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടു. സംഭവം ഇതാണ്, അദ്ദേഹവും വൈഫും ഉണ്ടായിരുന്നു. രണ്ടുപേരും അമ്പലപ്പുഴ കയറി തൊഴുതിറങ്ങിയ ശേഷം വൈഫ് ഒന്നുകൂടി ഗുരുവായൂർ നടയൊക്കെ തൊഴാൻ വേണ്ടിയിട്ട്, അമ്പലപ്പുഴ തന്നെ ഗുരുവായൂർ നടയുണ്ട്, അവിടെ തൊഴാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ട് മാറി. സുഹൃത്ത് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഇദ്ദേഹം ഹരേ കൃഷ്ണ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഒരാൾ കടന്നു വരികയും 3 കദളിപ്പഴം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അമ്പലത്തിലെ ആട്ടോ എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞപ്പോഴാണ് സുഹൃത്തിന് അതൊരു അസാധാരണമായിട്ട് തോന്നിയത്. അത്രയും ആളുകളൊക്കെ ഇരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം കദളിപ്പഴം കൊണ്ടുവരുന്നു, തന്നിട്ട് പോകുന്നു. അപ്പോൾ അതിനി കൃഷ്ണൻ വല്ലതും ആയിരിക്കുമോ എന്ന് കരുതിയിട്ട് അദ്ദേഹം നോക്കിയപ്പോൾ ആ തന്ന ആൾ നടന്നു പോകുന്നുണ്ട്. നടന്ന് ഒരു തൂണിൻ്റെ സൈഡായപ്പം പിന്നീട് അദ്ദേഹത്തെ കാണാനില്ല. തൂണ് മറഞ്ഞു, പിന്നെ ആളെ കാണാനില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്, എൻ്റെ സുഹൃത്തിന് അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അതുവരെ ഉണ്ടായിരുന്ന ആൾ ആ തൂണ് മറിഞ്ഞ് കാണാതായി. അപ്പോൾ ഈ സംഭവം എനിക്ക് വോയിസ് മെസ്സേജായിട്ടാണ് ഇട്ടത്. ആ ടൈമിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ത്രിമധുരം എന്നൊരു ചാനലിലെ സ്ഥിരം അനുഭവ കഥകൾ ഞാൻ കേൾക്കാറുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ മിക്ക കഥകളിലും പറയുന്നത് ഗുരുവായൂരപ്പനെ കാണുന്ന പലപ്പോഴും ബ്ലാക്ക് ഷർട്ട് മുണ്ട് ആ വേഷത്തിലായിരിക്കും. പലർക്കും ഉണ്ടായിട്ട് അനുഭവമുള്ള എല്ലാം തന്നെ ഗുരുവായൂരപ്പൻ ബ്ലാക്ക് ഷർട്ടിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ കറുപ്പ് എന്തെങ്കിലും ഡ്രസ്സുകൾ. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തോട് പെട്ടെന്ന് ചോദിച്ചു, ആ കദളിപ്പഴങ്ങൾ തന്ന ആൾ എന്ത് ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നതെന്ന്. അപ്പോൾ ഇദ്ദേഹം അയച്ച മെസ്സേജ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കറുപ്പ് ഷർട്ടും മുണ്ടും, ഒരുപാട് വെളുപ്പുമില്ല, ഒരുപാട് കറുപ്പുമില്ല, ഒരു മീഡിയം ടോണുള്ള ഒത്ത ഉയരവും വണ്ണമൊക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മുഖം ഓർമ്മയുണ്ടോ? വ്യക്തമായിട്ട് എനിക്ക് മുഖം ഓർമ്മയുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് തന്നെ പറഞ്ഞു, ഇനി ഞാൻ പരമാവധി എല്ലാ മാസവും അമ്പലപ്പുഴ വന്ന് തൊഴുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേപോലെ ഭഗവാൻ ഈ രൂപത്തിലൊക്കെ വരും, ഉറപ്പായിട്ടും ഭഗവാനാണ്. പക്ഷെ നമ്മൾ പരീക്ഷിക്കാനായിട്ട് പോവരുത്. ഇന്ന് ഭഗവാൻ വരുമോ എന്ന് കരുതിയിട്ട് പരീക്ഷിക്കാനായിട്ട് പോവരുത്, അങ്ങനെ വരത്തില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹം നെക്സ്റ്റ് ഡേ വീണ്ടും അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി. അമ്പലത്തിലേക്ക് കയറുന്ന വഴിയിലും അമ്പലത്തിനകത്തും എല്ലാം ആരെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, നോക്കുന്നുണ്ടോ, കറുപ്പ് ഷർട്ടുണ്ടോ എന്നൊക്കെ നോക്കി, ആരെയും കണ്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി, പരീക്ഷിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം വിഷമിച്ച് വെളിയിലിറങ്ങി വീണ്ടും ഒന്നുകൂടെ മൊത്തത്തിലൊന്ന് പ്രദക്ഷിണം വയ്ക്കാമെന്ന് കരുതി പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങിയപ്പം ഒരു കുഞ്ഞ്, മുണ്ടുടുത്ത ഒരു കുഞ്ഞ് സുഹൃത്തിൻ്റെ അടുത്തേക്ക് ഓടി വരികയും ആ കുഞ്ഞിൻ്റെ കയ്യിൽ മഞ്ചാടിക്കുരുകൾ കാണിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് വീണ്ടും സുഹൃത്തിന് എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയായിപ്പോയി. അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ അമ്മ വന്ന് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇദ്ദേഹം ഈ കാര്യം അപ്പം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഇന്നും ഉണ്ടായി, പരീക്ഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കണ്ടില്ല, വിഷമിച്ചിറങ്ങിയപ്പം കുഞ്ഞിൻ്റെ രൂപത്തിൽ മഞ്ചാടിക്കുരുവായിട്ട് വന്നു, ഒരമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, രാധയും കൃഷ്ണനും തന്നെ. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് രാധയെന്നാണ് എൻ്റെ നാവിൽ വന്നത്. ഞാൻ ഉദ്ദേശിച്ചത് യശോദാമ്മയായിരുന്നു. ഞങ്ങൾ ഞെട്ടിയത് അപ്പോഴൊന്നുമല്ല, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ഗുരുവായൂർ ഉച്ചപൂജയുടെ അലങ്കാരം യൂട്യൂബിലൊക്കെ വന്നിരുന്നല്ലോ, അത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിയത്. ഇന്ന് യശോദാമ്മയുടെ മടിയിലിരിക്കുന്ന ഉണ്ണിക്കണ്ണനായിരുന്നു. നമ്മൾ നിറഞ്ഞ ഭക്തിയോടെ ഏതൊരു കൃഷ്ണാമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഭഗവാന്റെ സാന്നിധ്യം ദർശിക്കാൻ കഴിയും. വിശ്വാസമുള്ളവരടുത്ത് ഉറപ്പായും ഭഗവാൻ വന്നിരിക്കും. ഹരേ കൃഷ്ണ.